ലൈഫ് ഓഫ് ട്രാവൽഡേയ്സിൻ്റെ ഇന്നത്തെ യാത്ര കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ്. ലൈഫ് ഓഫ് ട്രാവൽഡേയ്സിൻ്റെ മാന്യ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Lights went down when you feel lost in your shadow. Don't feel alone. Don't scream so loud. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. മിഠായി തെരുവിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ബേക്കറിയാണ് ശങ്കരൻ ബേക്കറി. ഏതാണ്ട് 125 വർഷം പഴക്കമുള്ള ബേക്കറിയാണ് ശങ്കരൻ ബേക്കറി. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. സർപ്രൈസ് ഗിഫ്റ്റിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന 1000 പേരിൽ നിന്നും 5 പേരെ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു ഫേമസ് ബേക്കറിയാണ് കോഴിക്കോട് സ്വീറ്റ്സ് ഹൽവ സംഗമം. നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ആൻഡ് ബേക്കറി ഷോപ്പുകളുണ്ട്. നമുക്ക് എല്ലാ ഷോപ്പിലും കയറിയിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഷോപ്പുകൾ മാത്രമേ കാണിക്കുള്ളൂ. കോഴിക്കോടൻ ഹൽവകളുടെ ഒരു പ്രധാന സംഗമം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സ്വദേശത്തും വിദേശത്തും അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ബേക്കറി ഐറ്റം തന്നെയാണ് കോഴിക്കോടൻ ഹൽവ. ഇനി നമുക്ക് മറ്റു ഷോപ്പുകളുടെ കാഴ്ചകളിലേക്ക് പോകാം. മുഴുവൻ ഷോപ്പുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അത്രയ്ക്കും വലിയ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പ്രധാനപ്പെട്ട ഷോപ്പുകൾ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. Scream so loud, we are living in this cruel world. Broken but strong, gotta move on. ഇതുപോലെ റോഡരികിൽ വെച്ച് വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് ഈ മിഠായി തെരുവിൽ കാണാൻ കഴിയും. വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമീപിക്കാം. മറ്റു ഷോപ്പുകളിലും വളരെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് സാധനങ്ങൾ നമുക്ക് ലഭിക്കുക. ചില ഷോപ്പുകളിൽ 50% ഓഫറോട് കൂടി നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളതിനാൽ കോമ്പറ്റീഷൻ ബേസിലും നമുക്ക് വില കുറച്ച് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. റോഡരികിൽ വെച്ച് ടോയ്സ് വിൽക്കുന്ന കച്ചവടക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പലതരം ബാഗുകൾ, സൈഡ് ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, വാനിറ്റി ബാഗുകൾ എല്ലാം തന്നെ ഇവിടെ കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന ബ്യൂട്ടി സ്റ്റോറിൽ 50% ഡിസ്കൗണ്ടോട് കൂടി സാധനങ്ങൾ വിറ്റഴിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജെൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ഷർട്ട്, പാൻസ്, ടീഷർട്ട്സ്, ഷൂസ്, ചെരുപ്പുകൾ എല്ലാം തന്നെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വളരെ ഡിസ്കൗണ്ടോട് കൂടിയും വില കുറഞ്ഞും സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്, കോസ്റ്റ്യൂംസ്, ചപ്പൽസ്, ബാഗ്സ് എല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.
സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണമെന്നും അപേക്ഷിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ലഭിക്കുന്ന 1000 കമൻസിൽ നിന്നും 5 പേരെ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. 5 വിജയികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിലുള്ള ഡ്രസ്സ് ലഭിക്കുന്ന ഒരു ഷോപ്പിലാണ്. വുമണിഷ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് ആവശ്യമായുള്ള ഡ്രസ്സുകൾ വേണമെങ്കിൽ ഈ ഷോപ്പുമായിട്ട് സമീപിക്കാവുന്നതാണ്. നല്ല മേൽത്തരം ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് നല്ല ഇനം ഡ്രസ്സുകൾ ലഭിക്കുന്ന ഷോപ്പുകൾ ഇവിടെയുണ്ട്. നമുക്ക് എല്ലാ ഷോപ്പിലും കയറി വീഡിയോ എടുക്കാൻ സാധിക്കില്ല. എങ്കിലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാവരും വന്ന് ഈ പർച്ചേസ് മാമാങ്കം ഒന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ ഫാഷനബിൾ ആയിട്ടുള്ള ചപ്പൽസ്, ബാഗ്സ്, ഡ്രസ്സുകളെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ഷോപ്പിലേക്കാണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. എല്ലാവർക്കും വന്ന് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. My father told me I was timid. ഈ വീഡിയോയുടെ അവസാനമായി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നതാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്നവരിൽ നിന്നും 2 പേരെ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. Sounds and smiles. Oh, we're coming home tonight. You never know how to express your feeling, don't you? Oh, we're coming home tonight. ഇപ്പോൾ നമ്മൾ പോകുന്നത് പലതരം ഷൂസ്, ചപ്പൽസ്, ഇമ്പോർട്ടഡ് ഷൂസ് എല്ലാം ലഭിക്കുന്ന ഒരു സെക്ഷൻ ഏരിയയിലേക്കാണ്. അവിടെ മൊത്തമായിട്ട് ഷൂസിൻ്റെ ഒരു കടയാണ്. നമുക്കൊന്ന് കയറി നോക്കാം. My father told me I was born to run. Long way from home, he never doubt peace. നമ്മുടെ സ്റ്റൈലിനും അഭിരുചിക്കുമൊത്ത ഷൂസുകളാണ് ഇവിടെയുള്ളത്. വളരെ മേൽത്തരം ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് ഷൂസുകളാണ് എല്ലാം തന്നെ. എല്ലാവരും വന്നൊന്ന് പർച്ചേസ് ചെയ്യുക. I used to cry overnight, but now I'm not gonna fit. It's the storm that show me where I go, just like a new you. And life is nothing but a simple song. Don't worry, Daddy, I ain't coming home. And life is nothing but a simple song. Don't worry, Daddy, I ain't coming. ഷോപ്പിൻ്റെ പേരുകൾ, നെയിം ബോർഡുകളെല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ഇവിടെ ഈ ഏരിയയിൽ വഴിയോര കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരു കുടക്കയിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെയേറെ ആളുകൾ വന്ന് ചേരുന്നൊരു ഇടം കൂടിയാണ് ഇവിടെ. ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്കും സാധനങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നമ്മൾ മിഠായി തെരുവിൽ കണ്ട ശങ്കരൻ ബേക്കറിയുടെ പഴക്കം എത്ര കാലമാണ്? ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ ഫോൺ നമ്പറും ചേർക്കുക. ഗിഫ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് തപാൽ വഴി ലഭിക്കുന്നതാണ്. ഇവിടെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വിസിറ്റേഴ്സിന് വന്നിരിക്കാനും ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്.